അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ ശവ്വാൽ ഇന്ന് 4-ാമത്തെ ദിവസമാണ്. ഇന്ന് ശനിയാഴ്ച രാവാണ്. ശനിയാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിപ്രധാനപ്പെട്ട ദിക്ർ നമുക്ക് ചൊല്ലണം. അതിന് മുമ്പായി നമുക്ക് കുറച്ച് ദിക്റും അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറും ചൊല്ലി പിന്നെ നമുക്ക് ദിക്റിലേക്ക് പ്രവേശിച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് വിരിയണം. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരാൻ പറ്റിയ നല്ല സ്വലാത്തുകളും നല്ല ദിക്റുകളാണ് ഈ മജ്‌ലിസിൽ ചൊല്ലാറുള്ളത്. എല്ലാവരും നല്ല ഇഖ്ലാസോടെ തന്നെ ദിക്റുകൾ ചൊല്ലുമ്പോൾ ചൊല്ലണം. അല്ലാഹു തആല ദുനിയാവും ആഖിറവും വിജയിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ത്വഅത്തിലായി നമുക്കൊക്കെയും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് മജ്‌ലിസിലേക്ക് പ്രവേശിക്കാം. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. استغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله അല്ലാഹുവിനെ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി ഇന്നത്തെ ദിവസം ശനിയാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിപ്രധാനപ്പെട്ട ദിക്ർ അല്ലാഹുവിൻ്റെ ഫത്താഹ് എന്ന ഇസ്മ ചൊല്ലുന്നവന് അല്ലാഹു കൊടുക്കുന്ന മഹത്വം, അവൻ്റെ ഹൃദയം അല്ലാഹു പ്രകാശിപ്പിക്കും, അവൻ്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു വിജയകരമാക്കും, എളുപ്പമാക്കും. അവന് വിജയങ്ങളുടെ കവാടം അല്ലാഹു അവൻ്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും. അതേപോലെ തന്നെ സാമ്പത്തികമായ മികവ്, അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച മഹത്തായ അല്ലാഹുവിൻ്റെ നാമമാണ് ഫത്താഹ് എന്ന നാമം. എല്ലാവരും 71 തവണ നല്ല ഇഖ്ലാസോടെ തന്നെ ഏറ്റു ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് 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 യാ ഫത്താഹു യാ അല്ലാഹ്
يا فتاح يا الله 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇനി നമുക്ക് സ്വലാത്തിലേക്ക് പ്രവേശിക്കാം. സ്വലാത്ത് ആദ്യമായി ചൊല്ലുന്ന സ്വലാത്തു സആദയാണ്. സ്വലാത്തു സആദയുടെ നമുക്കൊക്കെയും അറിയാം വിജയത്തിൻ്റെ സ്വലാത്ത്, സആദത്തു ദാറീൻ, രണ്ട് ലോകത്തുമുള്ള വിജയം നമുക്ക് ലഭ്യമാകാൻ അതിമഹത്തായൊരു സ്വലാത്താണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത, ഒറ്റ തവണ ചൊല്ലിയാൽ 6 ലക്ഷം മെനക്കെട്ട് ചൊല്ലിയ സ്വലാത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒറ്റ സ്വലാത്തിൽ അത്രയും അർത്ഥവത്തായൊരു സ്വലാത്താണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കനി സ്വലാത്തുൽ കമാലിയ ചൊല്ലണം. എല്ലാവരും ഏറ്റു ചൊല്ലുക. സ്വലാത്തുൽ കമാലിയുടെ മഹത്വം നമുക്കൊക്കെയും അറിയാം. 14 കോടി സ്വലാത്ത് ചൊല്ലിയ പ്രത്യേകത നമുക്കൊറ്റ സ്വലാത്തിൽ പ്രതിഫലം ഒറ്റ സ്വലാത്ത് നമുക്ക് ലഭ്യമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് മഹത്തായ സ്വലാത്താണ്. മഹാന്മാരുടെ ജീവിതത്തിൽ അവർ ദിവസേന ചൊല്ലാൻ തെരഞ്ഞെടുത്തൊരു സ്വലാത്താണ് സ്വലാത്തുൽ കമാലിയ. ഒറ്റ സ്വലാത്ത് അത്രയും മഹത്വമുള്ളതാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത അത്രയുമാണ് ഈ സ്വലാത്തിൻ്റെ മഹാന്മാർ നിസ്കാരങ്ങൾക്ക് പിറകിൽ പോയി അവർ 10 തവണ പതിവാക്കിയതാണ്. അതല്ലാത്ത സമയങ്ങൾ ധാരാളം അവർ ചൊല്ലിയൊരു സ്വലാത്തിനും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ ചൊല്ലുക. അപ്പോൾ നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഇതുപോലത്തെ സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കി 2 ലോകം കരഗതമാക്കുന്ന ഹബീബായ തങ്ങളുടെ മുഹബ്ബത്ത് ലഭ്യമാകുന്ന തരത്തിലുള്ള നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കനി സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. സർവ ആവശ്യങ്ങൾ, സർവ ഉദ്ദേശങ്ങൾ, മനസ്സിലുള്ള സർവ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരാൻ മുന്തിയ സ്വലാത്താണ്. മഹാന്മാർ പഠിപ്പിച്ച മുജറബായ ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ സ്വലാത്ത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لكم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അള്ളാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടെ തന്നെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി ആമീൻ ചൊല്ലുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ
ദുആ വസിയ്യത്ത് നടത്തുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ കമൻറ്റുകൾ, ഓരോ ടെക്സ്റ്റുകൾ ഞാൻ വായിക്കാറുണ്ട്, നോക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി ആമീൻ ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. പടച്ച റബ്ബേ, നമ്മുടെ മജ്ലിസ് നീ കബൂൽ ചെയ്യണമല്ലാ. നാം ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനോത്ത് എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനിയ സമക്ഷത്തിലേക്ക് ഇതിൻ്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടുത്തെ മാതാപിതാക്കൾ, ഇവിടുത്തെ ഭാര്യന്മാർ, മക്കള്, പേരമക്കൾ, ഇവിടുത്തെ അസ്ഹാബുൽ കിറാം, ഇവിടുത്തെ അജിതാതീങ്ങൾ, അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാ അംബിയ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, മഹാനായ ശൈഖുനാ ഗൗസുൽ അഅ്ദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് أحمد الكبير الرفاعي قدس الله تعالى سره العزيز، خواجة معين الدين الأجميري قدس الله تعالى سره العزيز، أحمد رضا خان برلي قدس الله تعالى سره العزيز، سيم ولي الله المدعور قدس الله تعالى سره العزيز، قطب الزمان شريف المدني قدس الله تعالى سره العزيز. الله സർവ മഹാന്മാരുടെ ഹദറാത്തുകളിലേക്ക് ഇതിൻ്റെ തവാബ് എത്തിച്ചു കൊടുക്കണമല്ല. നമ്മുടെ മനസ്സിലുള്ള സർവ മഹാന്മാർ, ഉസ്താദന്മാരുടെ എല്ലാവരുടെയും ഹദറാത്തുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവരുടെയും ഹദറാത്തുകളിലേക്ക്, അല്ലാഹുവേ, പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് ഇതിൻ്റെ തവാബ് എത്തിച്ചു കൊടുത്ത് നീ അവർക്കുള്ള ദറജ നീ ഉയർത്തണമല്ലോ. നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തി തരണമല്ലോ. അല്ലാഹുവേ, നമുക്കുള്ള എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നീ നിറവേറ്റി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് നീ എണ്ണി പറഞ്ഞാൽ ധാരാളമായി നമ്മുടെ ക്ലാസ് നീണ്ടുപോകും, നമ്മുടെ മജ്ലിസ് നീണ്ടുപോകും. അല്ലാഹുവേ, ആരൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞ്, എന്തെല്ലാം അവർക്കുള്ള വിഷമങ്ങൾ പറഞ്ഞ് അല്ലാഹുവേ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ, അവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണമല്ലോ. വിഷമങ്ങൾ ദൂരത്താക്കണമല്ലോ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമല്ലോ. അല്ലാഹുവേ, വിസ ശരിയായി കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ വിസകൾ നീ ശരിയാക്കി കൊടുക്കണം റഹ്മാനെ. മക്കളുടെ വിഷയത്തിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്ക് അല്ലാഹുവേ, മക്കൾക്ക് നല്ല ബുദ്ധിശക്തി, നല്ല ഓർമ്മശക്തി നൽകണമല്ലോ. പടച്ച റബ്ബേ, നമ്മുടെ വിദ്യാർത്ഥിനികളെ നീ ഉന്നതിയിലേക്ക് എത്തിക്കണമല്ലോ. അദബുള്ള, നല്ല ചിട്ടയുള്ള, നല്ല സ്വഭാവം കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സലീമായ കൽബ് നൽകണമല്ല. ദുഷിച്ച മനസ്സിന്റെ ഉടമകളാക്കല്ലയല്ല. നല്ല വ്യക്തിജീവിതം നൽകണമല്ല. നമുക്കുള്ള സ്വഭാവം നന്നാക്കണമല്ല. ഹസ്നുൽ ഖൽഖ് നൽകണമല്ല. അല്ലാഹുവേ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, ദേഷ്യമില്ലാതെ, കിബറില്ലാതെ, വഞ്ചനയില്ലാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നിന്റെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ച റബ്ബേ, ഈമാന് സലാമത്താക്കണമല്ല. ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങൾക്കുള്ള ശിഫ നൽകണമല്ലോ. ശിഫ നൽകണമല്ല. ആഴ്ചയിലായി പരിപൂർണമായ ശിഫ നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, മരണത്തിന് മുമ്പ് പല തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ പരിശുദ്ധ മദീനയിലെത്തി സ്വലാത്തും സലാമും ധാരാളം ചൊല്ലി പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ലംഘുന്ന ഓമന മുഖം നമുക്ക് കാണാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണമല്ല. ജീവിതത്തിൽ പല വട്ടം നൽകണം റഹ്മാനെ. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന്
നല്ല ഒരു ജീവിതം നമുക്കെല്ലാവർക്കും നീ തരണം റഹ്മാനെ, നീ നൽകണം റഹ്മാനെ, നീ തരണം റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ, ദുരന്ത മരണങ്ങൾ, കീരിമുറിക്കേണ്ട മരണങ്ങൾ, നട റോട്ടിൽ വെച്ച് മരിക്കേണ്ട ദുരവസ്ഥ ആർക്കും നീ വിധിക്കല്ലേ അല്ലാ. ശത്രുക്കൾക്കടക്കം നീ വിധിക്കല്ലേ അല്ലാ. ശത്രുക്കളെ എല്ലാവരെയും നീ മിത്രങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മനസ്സിലെല്ലാം ഈ രൂപത്തിലും നീ സ്നേഹമിട്ട് കൊടുത്ത് ഐക്യപ്പെടാൻ, പരസ്പരം യോജിപ്പോടുകൂടെ പോവാനുള്ള തൗഫീഖ് നൽകണമല്ല. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല വീട് നൽകണമല്ല. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല. ഉള്ള ജോലിയിൽ, ഉള്ള കച്ചവടങ്ങളിൽ ബറക്കത്തും അഭിവൃദ്ധിയും മനസ്സമാധാനം നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ. തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളിൽ, സ്വാലിഹത്തന്മാരിൽ ചേർക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, നിന്റെ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ, നിന്റെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും ഇനി ഉൾപ്പെടുത്തണം റഹ്മാനെ. പടച്ച റബ്ബേ, വിവാഹപ്രായമെത്തിയ യുവാക്കൾക്ക് അനുയോജ്യഗണകളെ കൊടുത്ത് ഹൈറായ നല്ല കുടുംബജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണമല്ല. അല്ലാഹുവേ, നല്ല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, നല്ല ബുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കുള്ള എല്ലാ വൈകല്യങ്ങൾ നികറ്റി അല്ലാ ആരോഗ്യമുള്ള, ആഫിയത്തുള്ള, ആരോഗ്യമുള്ള നല്ല ജീവിതം നൽകണം റഹ്മാനെ. ബുദ്ധിശക്തി നൽകണമല്ല, ഓർമ്മശക്തി നൽകണമല്ല. പഠിച്ചതൊന്നും മറക്കാത്ത നല്ല മെമ്മറി പവർ നൽകണം റഹ്മാനെ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെ ഞങ്ങളെയും ആരെയും ഇസ്സത്ത് കളഞ്ഞരല്ലയല്ല, ഫളീഹത്തിലാക്കല്ലയല്ല. നാം ചെയ്ത തെറ്റ് കാരണം അല്ലാ ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഞങ്ങളെ നീ നാണക്കേടിലാക്കല്ലേ അല്ലാ. ഇതുവരെയും ഞങ്ങളുടെ ഇസ്സത്തിനെ കാത്തു സൂക്ഷിച്ച റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. നാം ചെയ്ത തെറ്റ് കാരണം, നാം ചെയ്ത തെറ്റിന്റെ കാരണം അല്ലാ, എപ്പോഴായിരിക്കും നമ്മുടെ ഇസ്സത്ത് കളഞ്ഞു പോകേണ്ടത്? പക്ഷെ നീ അർഹമുർ റഹീമായതുകൊണ്ട് ഞങ്ങളെ ഇസ്സത്ത് നീ കാത്തു വെച്ചു റബ്ബേ. നീ മരണം വരെ, മരണത്തിന് ശേഷവും ആശറിയിലും എല്ലായിടത്തും നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ ഇസ്സത്ത് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാ നീ വിലക്കിയ സർവ്വ വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു അല്ലാ നീ പറഞ്ഞതുപോലെ അനുസരിച്ച് സ്വലാത്ത് ദിക്റുകൾ ചൊല്ലി മാതാപിതാക്കളുടെ ഉസ്താദന്മാരുടെ പൊരുത്തത്തോടെ ജീവിച്ച് മരിക്കുക. പാവികളായ നമുക്കൊക്കെയും നീ ഭാഗ്യം നൽകണമല്ലോ. നമ്മെ നാം ആക്കിയ മാതാപിതാക്കളല്ലോ, ഉസ്താദന്മാർ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണം റഹ്മാനെ. നീ പൊറുത്തു കൊടുക്കണമല്ലോ. പാപങ്ങളൊക്കെ നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ബറക്കത്തും ഇസ്സത്തും അൻസസും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവർക്കും നമുക്കെല്ലാം നീ പൊറുത്തു തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.